ഇന്നത്തെ നമ്മളെ വീഡിയോ മറ്റേ വീട്ടിൽ വെച്ചിട്ടുള്ള കാർ കച്ചവടം അതിൻ്റെ വീഡിയോ എടുക്കാനാട്ടോ. ഓൻ്റെ അന്ത്രപ്പാളിൻ്റെ സ്ഥാപനമാണ്. അവിടെ പോയി ഓൻ്റെ വീട്ടിൽ പോയി വീഡിയോ എടുക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ ഈ വേക്ക് കാണുന്ന കാറും കൊടുക്കാമല്ലോ കേട്ടോ. ഇതുപോലത്തെ കാറുകൾ, അടിപൊളി കാറുകളുടെ കച്ചവടം മാത്രമേ ഉള്ളൂ. അതിൽപ്പെട്ട വണ്ടി കേട്ടോ. അതൊരു ഉത്തർപ്രദേശ് വണ്ടിയാണ്. ഇതൊക്കെ ആ വീട്ടിൽ നിർത്താൻ സ്ഥലമായിട്ട് വീടിൻ്റെ പടിക്കൊക്കെ കൊണ്ട് നിർത്തിയാണത്. ഇവിടെ ഉണ്ട് 2 വണ്ടി കേട്ടോ. ഇതൊരു ഡൽഹി വണ്ടിയാണ്. അങ്ങനെ ഇതുപോലത്തെ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല മുന്തിയ വണ്ടികളേ ഉണ്ടാവുള്ളൂ. ഒരു വരയും കൂടി മുക്കാത്ത. ഇനി ബാക്കി നമുക്ക് ആ വീട്ടിലത്തെ കാഴ്ചകൾ എടുക്കാം. ഇതാണ് ആ വീട് കേട്ടോ. ഈ വീട്ടിലാണ് ആ കാറിൻ്റെ കച്ചവടം. അവിടെ അങ്ങനെ പോയേക്കാം നമുക്ക് കേട്ടോ. ഇതാണ് ആ വീട് കേട്ടോ. ഈ വീട്ടിലെ ചുറ്റിലാണ് കച്ചവടം. ഇവിടെ അടിപൊളി വണ്ടികളുണ്ടാവും കേട്ടോ. ഇതൊരു UP വണ്ടിയാണ്. PC കാർ സ്പോട്ട് എന്താണ് കടൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. വേറെ വണ്ടിയുണ്ട് അവിടെ. ഒരു അടിപൊളി വണ്ടി. ഇത് സെഡ് നിറച്ച് വണ്ടിയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഇന്നോവ, ഒരു വാഗണർ അവിടെ. ഇതാണ് ആ കാറിൻ്റെ കളക്ഷനിലെ വീട്. ഈ വീട്ടിൽ വെച്ചുള്ള കാറിൻ്റെ കച്ചവടം. ഇത് ചെറിയ സംഭവം ഒന്നുമല്ല, വലിയ സംഭവം തന്നെയാണ്. അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വില കച്ചവടം എന്ന് ചോദിച്ചാലേ നല്ല വണ്ടി ഉണ്ടാവും കേട്ടോ. ചെറിയ വണ്ടികളൊന്നും ഉണ്ടാവില്ല. വലിയ മുന്തിയ കാര്യമുള്ള വണ്ടികളേ ഉണ്ടാവുള്ളൂ. ഇത് തുടങ്ങിയിട്ടും കുറേ കൊല്ലങ്ങൾ കഴിക്കണ്. പക്ഷേ അയാളെ ഭയങ്കര വിശ്വാസമാണ് ആളുകൾക്ക്. അത് ഇനി എന്താ കാര്യം എന്നല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കണ്ടോ, ഇതൊക്കെ ഇന്നോവ കേട്ടോ. ഈ കാണുന്ന മുഴുവനും, ഈ വരി മുഴുവനും ഇന്നോവയാണ്. അവിടെ ഉണ്ട് വേറെ ഓരോ മുന്തി. ഇതൊരു വാഗണർ. ഇതാണ് ഇപ്പോൾ ഇതിൽ ചെറിയൊരു പൈസൻ്റെ വണ്ടിയില്ല. അതൊരു KL51 വണ്ടി, M വണ്ടി, പുതിയ വണ്ടി കേട്ടോ. അവിടെ ഇന്നോവ. ഇതാണ് ഇതിൻ്റെ മോലാളി കേട്ടോ. ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെയാണ്. നിങ്ങൾ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായില്ല? അത് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷമായിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെയാണ് പരിപാടികളൊക്കെ. നമ്മളൊരു 1-2 വണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓൾ കേരള ഏകദേശം എല്ലാ ഏരിയക്കും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അല്ലേ, നിങ്ങളെ ആളുകൾക്ക് ഭയങ്കര വിശ്വാസമല്ലേ? ഒന്നാൾ നിങ്ങളൊരു വീഡിയോ കണ്ടിരുന്നു. കാരണം ഗൾഫിൽ നിന്ന് ഒരാൾ അഡ്വാൻസ് ഒന്ന് കണ്ട് പിന്നെ എയർപോർട്ടിൽ വണ്ടി കൊണ്ടേ കൊടുത്ത്. അപ്പോൾ അത് നിങ്ങളൊരു നല്ലൊരു വിശ്വാസം ഇല്ലോണ്ടാണല്ലോ അല്ലേ? വണ്ടി കാണാതെയും ബന്ധപ്പെടാതെയും. തീർച്ചയായിട്ടും ആരൊരാള് നമ്മളെ വണ്ടികൾ കൂടുതൽ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മളൊരു 10 വണ്ടി കൊടുക്കുന്നുണ്ട്. 8 വണ്ടികളും വണ്ടി കാണാതെ തന്നെയാണ് നമ്മൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ല, അതൊക്കെ ആളുകൾക്ക് ഭയങ്കര വിശ്വാസമാണ്. കാരണം ആള് ഒരിക്കലും വണ്ടി വീഡിയോ കാര്യം അപ്പോൾ നിങ്ങൾ നല്ലൊരു വിശ്വാസം ഉണ്ടല്ലോ. ഗൾഫിൽ നിന്ന് അഡ്വാൻസ് ഒന്ന് കണ്ട് കോഴിക്കോട് എയർപോർട്ട് കൊണ്ടേ കൊടുത്ത് അതിന്റെ വീഡിയോ കണ്ടിന്യൂ ആണ്. അപ്പോൾ നമ്മളെ വണ്ടികൾ നോക്കിയാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വണ്ടികൾ തന്നെ കാര്യം കൂടുതലും. നല്ല വൃത്തിയുള്ള ഒരു വരി കൂടി മുക്കാത്ത വണ്ടികളല്ലേ? അതെ. ഇതിലിപ്പോൾ ഏറ്റവും ചെറിയൊരു വില വണ്ടി ഇതുള്ളൂ അല്ലേ? ഈ വാഗണർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇയോണ് അങ്ങനത്തെ കുറച്ച് വണ്ടികളുണ്ട് ഉള്ളിൽ. കംപ്ലീറ്റ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊള്ളും. ആയിക്കോട്ടെ. മൂപ്പരേ അർജന്റായിട്ട് പോവാണ്. അങ്ങനെ ബാക്കിയില്ല, ഞാൻ എടുത്തോളാം കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വണ്ടികളുണ്ടോ. ഈ ബുള്ളറ്റാണ് ഇവരെ കയ്യിൽ ആദ്യം കിട്ടിയത് കേട്ടോ. അപ്പം ഇതിമെന്നാണ് വില തുടക്കം അല്ലേ ആസിത്തെ? അംബാസഡർ ഇത് എത്ര മോഡൽ വണ്ടിയാണ് ഈ അംബാസഡർ? ഇത് 2008. ഇതും കൊടുക്കാൻ തന്നെയാണ് അല്ലേ? ഇതിന് അത് ആളുകൾ ചോദിച്ചല്ലേ? അത് അപ്പൊ കൈയിടാൻ കൊടുക്കാതെ നിൽക്കണല്ലേ? പഴയ ഒരു ഓർമ്മക്കും വേണ്ടി ഇതിങ്ങനെ വെച്ചാണ്, അല്ലാണ്ട് കൊടുക്കാന്ന് കരുതിയിട്ടൊന്നുമില്ല അല്ലേ? ഓക്കെ, കണ്ടോ ഇവിടെ ഒരു അംബാസഡർ ഉണ്ടോ. ഇപ്പൊ എത്ര മോഡൽ? എത്ര ഇനി കൊടുക്കുകയാണെങ്കിൽ എത്ര വില വരും ഇതിന്? എത്ര മോഡലാണ്? ഗ്ലാസും ഉണ്ടാവും, ഇതിന്റെ മോഡൽ ഉണ്ടാവുമല്ലോ. വലിയ വണ്ടികൾ മാത്രമല്ല കേട്ടോ, ചെറിയ വണ്ടികളും ഉണ്ട് ഇവിടെ. ഇതൊരു വാഗണറാണ് മോഡൽ. അപ്പുറത്ത് നിൽക്കണ വണ്ടിയാ ഇതാ? ഇതെത്ര മോഡൽ വണ്ടിയാ? ഈ വണ്ടിയാണ് അല്ലേ? ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ എങ്ങനെയാണല്ലേ ഈ മറ്റേ? ഓക്കെ. പിന്നെ അതല്ലേ ഇതിലെന്താ വെച്ചാൽ ആളുകൾ കണ്ടുകാണ്ടത് ഇയാൾക്ക് അഡ്വാൻസ് ആക്കല്ലേ, ടോക്കൺ കൊടുത്തോണ്ട് ബുക്ക് ചെയ്തിടല്ലേ?
ഇതൊക്കെ അഡ്വാൻസ് ആയ വണ്ടികൾ ഈ ഭാഗത്തല്ല. ഇല്ലല്ലേ? അംബാസഡർ പിന്നെ നമ്മള് പിന്നെ കൊടുക്കാതെ അങ്ങനെ ഇട്ടേക്കാണ്. ഈ വണ്ടികളൊക്കെ എന്താ വെച്ചാൽ ആളുകൾ വന്നോണ്ടേ അഡ്വാൻസ് ചെയ്ത് പോയതാട്ടോ. ചിലപ്പോൾ ഗൾഫിലാവും ആളുകൾ. ഇതൊക്കെ ഇത് കണ്ട് ഇയാളായിട്ടുള്ള വിശ്വാസം കൊണ്ട് ആളുകൾ വന്ന് വരുന്നില്ല, കൊണ്ടാക്കാൻ നേരത്തെ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ അഡ്വാൻസ് ഫോണിൽ കൂടെ ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് അഡ്രസ് കൊടുക്കുകയാണ്. ഇതേതാ വണ്ടി? ഇതുപോലെ ഇവിടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടി കേട്ടോ. കൊടുക്കൂല എന്നല്ല, ഓട്ടോമാറ്റിക്കല്ലേ. ഇതാണ് വരപ്പട്ടോ. വരപ്പതാക്കണ് നമ്മൾ തുണക്കാരതാക്കണ്. തുണക്കാരൻ്റെ അഞ്ചരാണ് ഈ കച്ചവടം നടത്തുന്നത്. ഒരു അടിപൊളി ഇന്ന വണ്ടില്ലേ, സൂപ്പർ. ഒരു വേരെ കൂടി മുക്കാത്ത വണ്ടി കേട്ടോ. അഡ്വാൻസ് ആയ വണ്ടികളൊക്കെ പറഞ്ഞിട്ടോ. എടുത്താൽ അറിയാം. അവിടെ കൊറ്റയുണ്ട്. ഇത് അഡ്വാൻസ് ആയതാ അല്ലേ? ഓക്കെ, അവിടെ നോട്ടോ. ഇത് അഡ്വാൻസ് ആയതാ? ഇത് രണ്ടും അഡ്വാൻസ് ആയതാ അല്ലേ? ഇനി അതൊക്കെ ഇങ്ങനെ രജിസ്ട്രേഷൻ വണ്ടികൾ പിന്നെ കേരള വണ്ടി ആക്കി കൊടുക്കൂലേ? ഇതാണ് വരെ മറ്റേ നമ്പർ കേട്ടോ. സ്പോട്ട് വരുന്നത് നിലമ്പൂരിൻ്റെയും പൂക്കോടുംപാടത്തിൻ്റെ ഇടയിൽ. PC കാർ സ്പോർട്സ് എന്നാണ് ഇവരെ പരസ്യവും മൊബൈൽ നമ്പറൊക്കെ കേട്ടോ. ഇതൊക്കെ ഇന്നോവ കേട്ടോ. കാരണം ഈ ഒരു വരി മുഴുവനും ഇന്നോവയാണ്. ചില രജിസ്ട്രേഷൻ ഉള്ള വണ്ടികളുണ്ട്. ഇതിൻ്റെയൊക്കെ കേരള വണ്ടി ആക്കിയാണ്ടേ പേപ്പർ റെഡിയാക്കി ഇവർ കൊടുക്കും. ഇതാ ഇതില് ഇവിടെ കണ്ടിട്ടോ വണ്ടി. ഇതിനുള്ളിൽ കൂടെ ഒക്കെ വണ്ടിയുണ്ട്. ഇതൊരു ഇയോടോ ഇതിൻ്റെ ഉള്ളിൽ വേറെ വണ്ടി. ഈ പേര നിറച്ച് വണ്ടി അല്ലേ? അല്ല, പറഞ്ഞപ്പോ തന്നെ ആ വണ്ടി അഡ്രസ് ആയിക്കണല്ലേ? അല്ല, ഓന് ഇജ് പറഞ്ഞു കൊടുത്ത വണ്ടി ഏതാണ്? ആ വണ്ടിയാ അഡ്രസ് ആയില്ലേ? ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട് വണ്ടികൾ കേട്ടോ. അടിപൊളി വണ്ടികൾ മാത്രം കേട്ടോ. ഒരു സ്റ്റാൻഡേർഡിലെ കച്ചവടങ്ങളെ ഉണ്ടാവുള്ളൂ. വീട്ടില് വെച്ചിട്ടുള്ള കച്ചവടങ്ങളാണ്. അതോടുകൂടി നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഇതാണ് ആ കാറിൻ്റെ കച്ചവടം. വീട്ടിലിട്ടുകൊണ്ടുള്ള കാറിൻ്റെ കച്ചവടം കേട്ടോ. ഈ സ്പോട്ട് വരുന്നത് പൂക്കോടുംപാടത്തിൻ്റെയും നിലമ്പൂരിൻ്റെയും ഇടയിൽ താഴെ കൂറ്റമ്പാറ സ്ഥലത്ത് കേട്ടോ. ഓല നമ്പർ കൂറ്റമ്പാറ ചെറുമിറ്റിക്കോട് PC കാർ സ്പോട്ട് യൂട്യൂബ് ചാനലുണ്ടാവും. യൂട്യൂബ് ചാനൽ തന്നെ അടിച്ചേക്കണം അല്ലേ? അങ്ങനെ തോടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. ഇതൊക്കെയാണ് ഈ കാഴ്ചകൾ, ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കട്ടോ. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം. പ്രശ്നം എന്താ?